എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. 25 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു യെരൂശലേമിന്റെ നാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും കഷ്ടതയുടെ കാലം വളരെ ഭയാനകമാകുമെന്ന് പ്രവചിക്കുകയും ചെയ്തു. കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും എഴുന്നേൽക്കുമെന്നും അവർ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ ജനത്തെ വഞ്ചിക്കാൻ ശ്രമിക്കുമെന്നും കർത്താവ് മുന്നറിയിപ്പ് നൽകി. 26 വാക്യത്തിൽ, ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് എന്ന് കർത്താവ് പറയുന്നു. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇതാ ക്രിസ്തു മരുഭൂമിയിലാണ് എന്നോ ഇതാ ക്രിസ്തു രഹസ്യ അറകളിലുണ്ട് എന്നോ പറയുന്നവരെ വിശ്വസിക്കരുത് എന്ന് ആവശ്യപ്പെടുന്നു. യഥാർത്ഥ ക്രിസ്തുവിൻ്റെ വരവ് രഹസ്യ സ്വഭാവമുള്ളതല്ലാത്ത ഒരു സുപ്രധാന സംഭവമായിരിക്കും എന്ന് കർത്താവ് കൂട്ടിച്ചേർക്കുന്നു. യെരൂശലേമിൻ്റെ ഉപരോധകാലത്ത് പല വ്യാജ ക്രിസ്തുക്കളും ജനങ്ങളെ മരുഭൂമികളിലേക്ക് വശീകരിക്കുകയും അവിടെ അത്ഭുതങ്ങൾ നടക്കുമെന്ന് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. ശിമോൻ ബാർ ഗിയോറ എന്ന വ്യാജനായ നേതാവ് ആയിരക്കണക്കിന് യഹൂദരെ പർവ്വത പ്രദേശങ്ങളിലും മരുഭൂമികളിലും കൂട്ടിച്ചേർത്ത് വഞ്ചിച്ചു എന്നും ജെറുസലേമിൻ്റെ നാശത്തിന് ശേഷം ജോനാഥാൻ എന്ന ഒരുവൻ മിശിഹായാണ് എന്ന് ഭാവിച്ചുകൊണ്ട് ഒരു വലിയ സമൂഹത്തെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്നും ചരിത്രരേഖകളിൽ നിന്ന് വ്യക്തമാണ്. ഇതൊക്കെയും സംഭവിച്ചുവെങ്കിലും ഭാവി കാലത്തും ആവർത്തിച്ചും ഇങ്ങനെ സംഭവിക്കുമെന്നും അതിനാൽ ആരും തെറ്റിപ്പോകരുത് എന്നും ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു രഹസ്യ അറകളിൽ ഉണ്ട് എന്നത് ജെറുസലേം ദേവാലയത്തിലെ മറവിടങ്ങളെക്കുറിച്ചോ മിശിഹായുടെ വ്യക്തിത്വം രഹസ്യമായിരിക്കുമെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്ന ചില ഉപദേശങ്ങളെക്കുറിച്ചോ ആണ് ഉദ്ദേശിക്കുന്നത്. യഹൂദ പാരമ്പര്യത്തിൽ മിശിഹ ഇപ്പോൾ ഒളിച്ചിരിക്കുകയാണ്, ഭാവിയിൽ അവൻ വെളിപ്പെടും എന്ന ആശയമുണ്ടായിരുന്നു. ഇന്നും യേശുക്രിസ്തു ചെറിയ അറകളിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട് എന്നതും കർത്താവിൻ്റെ ഈ മുന്നറിയിപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയുള്ള തെറ്റായ അനേക വ്യാജ ഉപദേശങ്ങളിൽ അകപ്പെട്ടു പോകരുത് എന്ന് ഉപദേശിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വരവ് എങ്ങനെയുള്ളതാകും എന്ന് കർത്താവ് തുടർന്നും വ്യക്തമാക്കുന്നു. 27 വാക്യത്തിൽ, മിന്നൽ കിഴക്കുനിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും എന്ന് കർത്താവ് വ്യക്തമാക്കുന്നതായി നാം വായിക്കുന്നു. ചക്രവാളത്തിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോട്ട് പ്രകാശിക്കുന്ന മിന്നൽ പോലെ ഒരു നിമിഷത്തിനുള്ളിൽ ഒരു കണ്ണിമ വെട്ടൽ നേരം കൊണ്ട് മുഴുവൻ ആകാശവും നിറയ്ക്കുന്നത് പോലെ മനുഷ്യപുത്രൻ്റെ വരവും ആയിരിക്കും എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. യെരൂശലേമിൻ്റെ നാശം എന്നത് ശക്തമായ ദൈവശിക്ഷയായിരിക്കുമെന്നും അതിൻ്റെ വേഗതയും വ്യാപ്തിയും മിന്നലിൻ്റെ സ്വഭാവം പോലെ ആയിരിക്കും എന്നും കർത്താവ് പ്രവചിക്കുന്നു. കിഴക്കുനിന്ന് വന്ന് ഒരു നിമിഷം കൊണ്ട് പടിഞ്ഞാറോട്ട് പ്രകാശിക്കുന്ന മിന്നൽ പോലെ തന്നെ തള്ളിക്കളഞ്ഞ യെരൂശലേമിൻ്റെ നാശത്തിലേക്കുള്ള കർത്താവിൻ്റെ വരവ് പെട്ടെന്നുള്ളതും ദൃശ്യവും ശക്തവും പൊതുവായതുമായിരുന്നു എന്ന് ചരിത്രത്തിൽ തന്നെ വ്യക്തമാണ്. ഇതേപോലെ തന്നെ ആദ്യവരവ് താഴ്മയോടെയും ത്യാഗത്തിനായിട്ടും എന്നതിന് വിപരീതമായി അന്ത്യവിധി നാളിലുള്ള യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് കർത്താവിൻ്റെ സമ്പൂർണ്ണ ശക്തിയിലും മഹത്വത്തിലും സകല മനുഷ്യരെയും ന്യായം വിധിക്കാൻ വേണ്ടിയായിരിക്കും എന്നും ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വാസ്തവിക വരവ് എല്ലാവർക്കും ദൃശ്യമാകുന്ന ഒരു വലിയ സംഭവമായിരിക്കുമെന്നും മിന്നൽ എന്ന് ഉപമിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രഭാവവും ത്വരിത സ്വഭാവവും സൂചിപ്പിക്കുന്നു. 27 വാക്യത്തിൽ, ശവം ഉള്ളിടത്ത് കഴുക്കൽ കൂടും എന്ന് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം ലൂക്കോസിൻ്റെ സുവിശേഷം 17 അധ്യായം 37 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ കഴുക്കൾ എന്നത് റോമൻ സൈന്യത്തെയും ശവം എന്നത് ആ സൈന്യം നശിപ്പിക്കാൻ വന്ന ദുഷിച്ചതും ക്രിസ്തുവിനെ തിരസ്കരിച്ച ജീർണിച്ചതുമായ യഹൂദ ജനതയെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാം. AD 70 യെരൂശലേമിൻ്റെ നാശത്തിന് ശേഷം ദശലക്ഷക്കണക്കിന് മരിച്ച ശരീരങ്ങൾ നിറഞ്ഞ ഭൂമിയായി യെരൂശലേം മാറിയതും അങ്ങനെ റോമാ സൈന്യത്താൽ യെരൂശലേം നഗരം ഒരു വൻ ശവകുടീരമായി തീർന്നതും ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്യന്തികമായി കർത്താവിൻ്റെ അന്തിമ ന്യായവിധിയുടെ ഒരു പ്രതീകം കൂടിയാണ് ഈ പ്രവചനം എന്നും മനസ്സിലാക്കാം. 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും.
എന്ന് കർത്താവ് പറയുന്നു. നഗരത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും ഉന്മൂലനം എന്ന യെരുശലേമിന് നേരിടാനുള്ള ആ ദിവസങ്ങളിലെ കഷ്ടതയ്ക്ക് തൊട്ടു പിന്നാലെയുള്ള സംഭവങ്ങളെ കർത്താവ് പ്രതീകാത്മകമായി പറയുന്നത് സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും എന്നിങ്ങനെയാണ്. ബാബിലോണിന്റെ നാശത്തെക്കുറിച്ച് യേശയ്യാ പ്രവാചകനും ഇതേ രീതിയിൽ പ്രതീകാത്മകമായി പറയുന്നത് യേശയ്യാ പ്രവചനം 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം തരികയില്ല, സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല എന്ന് നാം വായിക്കുന്നു. അതുപോലെ തന്നെ ഈജിപ്തിൽ വരാനിരുന്ന നാശത്തെക്കുറിച്ച് എസെക്കിയേൽ പ്രവാചകൻ സമാനമായ രീതിയിൽ വിവരിക്കുന്നത് എസെക്കിയേൽ 32-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, നിന്നെ കെടുത്തു കളയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടി അതിലെ നക്ഷത്രങ്ങളെ കറുപ്പിടിപ്പിക്കും, ഞാൻ സൂര്യനെ മേഘം കൊണ്ട് മറയ്ക്കും, ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല, ആകാശത്തിലെ ശോഭയുള്ള ജ്യോതിസുകളൊക്കെയും ഞാൻ നിന്റെ നിമിത്തം കറുപ്പിടിപ്പിക്കുകയും നിന്റെ ദേശത്തിൽ അന്ധകാരം വരുത്തുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യോവേൽ മുഖാന്തരം ദൈവം യെരുശലേമിന് വരാനിരുന്ന ഇതേ നാശത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞത്, ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. യോവേൽ പ്രവചനം 2-ാം അധ്യായം 30-31 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഇതേ വാക്യം അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഉദ്ധരിക്കുന്നതായി നാം കാണുന്നു. അതായത് ഭൂമിയിലെ വലിയ രാഷ്ട്രീയ വിപ്ലവങ്ങളും ഒരു സംസ്കാരം തന്നെ മാറ്റപ്പെടുന്ന വലിയ സംഭവങ്ങളും യുദ്ധങ്ങളും പലപ്പോഴും ആകാശത്തിലെ ഗോളങ്ങൾ ഇരുളുന്നതും ഇളകുന്നതും എന്നിങ്ങനെയുള്ള ശൈലികളിൽ പ്രതിനിധീകരിക്കപ്പെടുന്നു. അതായത് നക്ഷത്രങ്ങളുടെ വീഴ്ചയും വിവരണാതീതമായ ഒരു ദുരന്തമായിരിക്കുമെന്നതുപോലെ ഏതൊരു വലിയ ദുരന്തവും രാജ്യങ്ങളുടെയോ നഗരങ്ങളുടെയോ തകർച്ചയോ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും സിംഹാസനം തകരുന്നതോ ഒക്കെ സൂര്യനും ചന്ദ്രനും ഇരുളുന്നു എന്ന വാക്കുകളാൽ പ്രതീകാത്മകമായി കാണിക്കുന്നതായി നാം വചനത്തിൽ കാണുന്നു. അതുപോലെ തന്നെ ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകും എന്നതുകൊണ്ട് പഴയ നിയമവ്യവസ്ഥയുടെ എല്ലാ നിയമങ്ങളും ഇളക്കുന്നതും നീക്കം ചെയ്യുന്നതും സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള എന്നേക്കും നിലനിൽക്കുന്ന പുതിയ നിയമം വ്യവസ്ഥാപിതമാകുന്നതിന് ഇടവും വഴിയും സൃഷ്ടിച്ചു എന്നത് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തെ മാറ്റി പുതിയ നിയമം സ്ഥാപിച്ചതിനെയും ക്രിസ്തുവിലൂടെ അനശ്വരമായ ദൈവരാജ്യം വന്നിരിക്കുന്നതുമായ വലിയ മാറ്റത്തെ ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെയും ആകാശത്തെയും ഇളക്കുന്നു എന്നത് പോലെ പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്നത് വിവരിച്ചിരിക്കുന്നു. 30-ാം വാക്യത്തിൽ, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടി വരുന്നത് കാണും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവകോപത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ശക്തി യഹൂദ ജനതയുടെ മേൽ വരുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ വരവിൻ്റെ പൂർണ്ണ അടയാളവും തെളിവുമായിരിക്കും എന്നാണ്. മുകളിൽ പറഞ്ഞ ദുരന്തങ്ങൾ അനുസരണമില്ലാത്ത യഹൂദ ജനതയ്ക്ക് ആസന്നമാകുമ്പോൾ ക്രിസ്തു ജഡത്തിൽ വന്നിരിക്കുന്നുവെന്നും ആ ജനത്തിൻ്റെ തിരസ്കരണത്തിനും ക്രൂശീകരണത്തിനും അവൻ പ്രതികാരം ചെയ്തതായും വ്യക്തമാകും. യഹൂദ മത നേതൃത്വം കർത്താവിനോട് എപ്പോഴും ആകാശത്ത് നിന്ന് ഒരു അടയാളം അന്വേഷിച്ചു കൊണ്ടിരുന്നു. നിരന്തരം അങ്ങനെ അടയാളം ചോദിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഒരു അടയാളം പ്രത്യക്ഷപ്പെടുന്നത് അവർ കാണുന്നത് പോലെ അവർക്കൊരു പ്രവചന നിവൃത്തിയായി ഈ ഒരു അടയാളം ലഭിക്കും എന്നത് സൂചിപ്പിക്കുന്നു. മനുഷ്യപുത്രന്റെ അടയാളം എന്നതുകൊണ്ട് ക്രോധരൂപത്തിൽ ദൈവം യെരുശലേം നഗരത്തെ നശിപ്പിക്കാൻ വരുന്നതിൻ്റെ തെളിവാണെങ്കിലും ഈ വിവരണം ന്യായവിധി ദിവസത്തിലെ കർത്താവിൻ്റെ 2-ാം വരവിനും ബാധകമാണ് എന്നത് വ്യക്തമാണ്. ഭൂമിയിലെ എല്ലാ ഗോത്രങ്ങളും വിലപിക്കും എന്നത് ദൈവക്രോധം വന്നു ചേരുമ്പോൾ യഹൂദദേശത്തെ എല്ലാ ഗോത്രങ്ങളോ ജനങ്ങളോ തങ്ങളുടെ മേൽ വരുന്ന വലിയ വിപത്തുകളിൽ വിലപിക്കും എന്നും അതേപോലെ തന്നെ ക്രിസ്തു അന്ത്യന്യായവിധിക്ക് വരുമ്പോൾ ലോകത്തിലെ എല്ലാ ജനതകളും വിലപിക്കും എന്നതിനെയും സൂചിപ്പിക്കുന്നു. മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടി വരുന്നത് കാണും എന്നതുകൊണ്ട് മത്തായി സുവിശേഷം 26:64 ക്രിസ്തു മഹാപുരോഹിതനോട് പറയുന്നത് പോലെ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടി ജനതയുടെ നാശത്തിന് അന്തിമഫലം നൽകാനും തൻ്റെ ഭുജത്തിൻ്റെ ശക്തി അവർ അനുഭവിക്കുമ്പോൾ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും എന്നതിനെയും സൂചിപ്പിക്കുന്നു.
അവസാന ദിവസത്തിൽ ന്യായവിധിയിലേക്കുള്ള കർത്താവിന്റെ വരവും മേഘാരൂഢനായി തന്നെയായിരിക്കും എന്നതും വചനത്തിൽ നിന്ന് വ്യക്തമാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ മനുഷ്യപുത്രനെ കുറിച്ച് അവൻ ആകാശമേഘങ്ങളിൽ വരുന്നത് കണ്ടുവെന്നും അവന് ആധിപത്യവും മഹത്വവും രാജ്യവും നൽകപ്പെട്ടു എന്നും പറഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്തു മേഘങ്ങളിൽ വരുന്നതിലൂടെ തന്റെ ശത്രുക്കളുടെ, പ്രത്യേകിച്ച് അവിശ്വാസികളായ യഹൂദന്മാരുടെ നാശത്തിനും എല്ലാ ജനതകളുടെയും മേൽ സ്വന്തം രാജ്യം സ്ഥാപിക്കുന്നതിനും ആണെന്നുള്ള വസ്തുതയാണ് പ്രാഥമികമായി കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത്. തിരുവെഴുത്തിലെ മറ്റ് പല ഭാഗങ്ങളിലും ആകാശമേഘങ്ങളിൽ വരുന്നു എന്ന ആലങ്കാരിക പ്രയോഗം ഒരു ദുഷ്ടതലമുറയോട് പ്രതികാരം ചെയ്യാനും ലോകത്തിൽ തൻ്റെ ആധിപത്യം സ്ഥാപിക്കാനും ദൈവം വ്യക്തമായും ക്രോധത്തോടെ ഇടപെടുന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് യേശയ്യാ പ്രവചനം 19-ാം അധ്യായം 1 മുതലായ വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 31-ാം വാക്യത്തിൽ മൃതന്മാരെ കൂട്ടിച്ചേർക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരെ ഒരു വലിയ കാഹളനാദത്തോടെ അയക്കും എന്നത് ക്രിസ്തു തന്റെ അപ്പസ്തോലന്മാരിലൂടെയോ ശുശ്രൂഷകരിലൂടെയോ ശക്തമായ സുവിശേഷം എന്ന സത്യവചനത്തിന്റെ പ്രസംഗവുമായി പുറപ്പെട്ട് ആകാശത്തിന്റെ കീഴിലുള്ള എല്ലാ ജനതകളിൽ നിന്നും ഒരു മഹത്തായ സഭയെ തന്നിലേക്ക് കൂട്ടിച്ചേർക്കും എന്നതിനെ സൂചിപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ ശൈലിയിലാണ് ഈ വചനങ്ങളും കർത്താവ് പറയുന്നത് എന്നും ഇവിടെ വലിയ കാഹളനാദം എന്നത് ദൈവവചന പ്രസംഗത്തെ ഒരു പ്രതീകമായി കാണിക്കുന്നതാണ് എന്നും യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 1-ാം വാക്യം, ഇരമ്യാ പ്രവചനം 6-ാം അധ്യായം 17-ാം വാക്യം, ഹെസക്കേൽ പ്രവചനം 33-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഒക്കെ വ്യക്തമാണ്. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 23-ാം വാക്യത്തിലും വെളിപ്പാട് 2-ാം അധ്യായം 3-ാം വാക്യത്തിലുമൊക്കെ അപ്പോസ്തലന്മാരെയും സഭയുടെ ശുശ്രൂഷകന്മാരെയും ദൂതന്മാർ എന്ന നിലയിൽ ദൈവവചനം വിവരിച്ചിരിക്കുന്നതായി നാം വായിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.